ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു SSC GD എക്സാമിൻ്റെ ഒരു ഫുൾ ഡേ ഷിഫ്റ്റ് ഒക്കെ അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തൊരു ഷിഫ്റ്റ്, ഫെബ്രുവരി 21 ഒരു ഷിഫ്റ്റ് അനലൈസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വീഡിയോ നമ്മൾ കാണുന്നതിനിടയ്ക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണും, ക്വസ്റ്റ്യൻസ് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളായിട്ട് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ അതോ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിനും ചെയ്യാൻ പറ്റും. അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾ ആ മെത്തേഡ് എടുത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ്സ് റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഷിഫ്റ്റൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ലൈവിലാണെങ്കിലും അതുപോലെ തന്നെ ക്ലാസ്സുകളിലാണെങ്കിലും ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻസ്, അതായത് നമ്പേഴ്സിലും വാല്യൂസിലും മാത്രം വ്യത്യാസം വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സാംസിന് ചോദിക്കുന്നുണ്ട്. അത് കാണാൻ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്കൊക്കെ അത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഷിഫ്റ്റിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെ ലൈവിലൊക്കെ കണ്ട ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ പറഞ്ഞത് മറക്കരുത്, നിങ്ങൾ പോസ് ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് മാത്രം മെത്തേഡ് എടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ LCM എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഫൈൻഡ് ദ LCM ഓഫ് കുറച്ച് നമ്പേഴ്സ്. ആ നമ്പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്ത് ചെയ്ത് വെച്ചിരിക്കുക, ഇതേ ഇവിടെ തന്നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതേ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ തന്നെ. ഇനി ഈ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് വെച്ച സാധനം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, ഇതിന്റെ LCM നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ എത്ര പ്രൈം നമ്പേഴ്സ്, എത്ര പ്രൈം ബേസ് ഉണ്ട് എന്ന് നോക്കിയേ. പ്രൈം ഫാക്ടറൈസേഷനാണ് ചെയ്തത്. ഏതൊക്കെ പ്രൈം നമ്പേഴ്സ് ഇതിൽ വിസിബിൾ ആണ്? നിങ്ങൾക്ക് 2 ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ 2 എടുത്ത് എഴുതുക. 2 ഇൻറ്റു വേറെ ഏത് നമ്പർ ഉണ്ട്? 3 ഉണ്ട്. 3 ഒരു ബേസ് ആയിട്ട് കിടക്കുന്നുണ്ട്. 2 ഉണ്ട്, 3 ഉണ്ട്. വേറെ ഏതെങ്കിലും പ്രൈം നമ്പേഴ്സ് കാണുന്നുണ്ടോ ബേസ് ആയിട്ട്? ഇല്ല. ഒരു 5 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 കൂടെ എഴുതായിരുന്നു. അപ്പോൾ വിസിബിൾ ആയിട്ടുള്ള ആകെ 2 പ്രൈം നമ്പറേ ഉള്ളൂ, അത് എഴുതി. ഇനി ഇതിന് പവേഴ്സ് എഴുതണം. ഇതിന് പവേഴ്സും കൂടെ എഴുതിയാൽ നിങ്ങൾ LCM ആയി. ഞാനിപ്പോൾ എഴുതാൻ പോകുന്ന ആളാണ് നിങ്ങളുടെ LCM എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് പവർ എഴുതിയാൽ മതി. പവർ ആരാ നോക്കടാ. 2ന്റെ ഏറ്റവും വലിയ പവർ ആരാ? 4 ആണോ 5 ആണോ 3 ആണോ? ഓക്കെ, 5 ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ 2⁵5. ഇനി അടുത്തത് 3ന്റെ ഏറ്റവും വലിയ പവർ ആരാ? 3 ആണോ 2 ആണോ 6 ആണോ? 6 ആണ്. അപ്പോൾ 3⁵6. ഓക്കെ, നമ്മൾ ഓപ്ഷനിലും ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ 2⁵5 ഇൻറ്റു 3⁵6 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇനി അഥവാ അങ്ങനെയല്ല കിടക്കുന്നതെന്ന് വിചാരിച്ചോ, നിങ്ങൾ 2⁵5 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാം? 32 ആണെന്നറിയാം. 32 ഇൻറ്റു 3⁵6 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാം? 3⁵6 എന്ന് പറഞ്ഞാൽ 9�3 എന്നും കൂടെ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 729 എന്ന് കിട്ടും. അപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയേ. 2 ഇൻറ്റു 9 അത് എത്രയായിരിക്കും? നമ്മൾ ഉത്തരത്തിന്റെ അവസാനം 8 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്താൽ മതി. അതാണ് ഈസിയസ്റ്റ് മെത്തേഡ്. ഇനി അതും ഇല്ല, 8 ഉള്ള കുറേ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ 32 ഇൻറ്റു 729 നിങ്ങൾ ചെയ്യുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് LCM കണ്ടുപിടിക്കാം. ഇനി ഇതിൽ തന്നെ HCF നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് HCF കണ്ടുപിടിക്കാനാണെങ്കിൽ, എടാ നിങ്ങളിതിൽ കോമൺ ആയിട്ട് ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്, കോമൺ ആയിട്ട് ഏതൊക്കെ പ്രൈം നമ്പേഴ്സ് ഉണ്ട് നോക്കുക. 2 ഉണ്ട്, 3 ഉണ്ട്. 2ഉം 3ഉം എല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ 2ഉം 3ഉം കോമൺ ആണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നമ്മൾ എഴുതുന്നു 2 ഇൻറ്റു 3. ഇനി 2ന്റെ ഏറ്റവും ചെറിയ പവർ ആരാ? 2ന്റെ ഏറ്റവും ചെറിയ പവർ 3 ആണ്. അപ്പോൾ 3. ഇനി 3ന്റെ ഏറ്റവും ചെറിയ പവർ ആരാ? 3ന്റെ ഏറ്റവും ചെറിയ പവർ 2 ആണ്. അപ്പോൾ 2. ഇതാണ് ആൻസർ വരെ. 2⁵3 എന്ന് പറഞ്ഞാൽ 8, 3⁵2 എന്ന് പറഞ്ഞാൽ 9. 8 ഇൻറ്റു 9 എത്രയാ? 72. അപ്പോൾ 72 ആണ് നമ്മൾ HCF വരിക. അപ്പോൾ LCM HCFും പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിയാലോ. അപ്പോൾ ഇങ്ങനെ തന്നെ നേരെ പോയിട്ട് എക്സാമിന് എഴുതുക. അധികം സ്റ്റെപ്പൊന്നുമില്ല, വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടുനോക്ക്. ഇതാ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ക്ലാസ്സുകളിലും പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. LCM കണ്ടുപിടിക്കാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഓക്കെ, LCM കണ്ടുപിടിക്കണം. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? 4 ബെല്ലുണ്ട്. 4 ബെല്ലപ്പോൾ ഇറങ്ങി ചെയ്യുന്നത് അവരെ ഒരുമിച്ച് ബെല്ല് ചെയ്തു. ഇവരെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിൽ ആദ്യത്തെ ബെല്ല് 6 സെക്കൻഡ് കഴിഞ്ഞാൽ ഒന്നും കൂടെ അടിക്കും. അതായത് അതൊരു ചെറിയ ബെല്ലാണ്. നമ്മൾ ഒരു റൈസ് റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 സെക്കൻഡ് അത് ഒന്ന് വെയിറ്റ് ചെയ്യും. 6 സെക്കൻഡ് കഴിഞ്ഞിട്ടേ അടുത്തത് പോയിട്ട് റിങ് ചെയ്യുള്ളൂ. അതായത് നമ്മളൊരു മണി ഉണ്ടല്ലോ, മണി അടിക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ കാണിക്കുന്നത്. ആ മണീൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ഹാങ്ങിങ് പോർഷൻ ഒന്ന് പോയി തിരിച്ച് വന്നിട്ട് ഒന്നും കൂടെ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 സെക്കൻഡ് വേണം. ഇനി കുറച്ചും അടുത്തതിന് 8 സെക്കൻഡ് വേണം, അടുത്തതിന് 9 സെക്കൻഡ് വേണം, അവസാനത്തിന് 10 സെക്കൻഡ് വേണം. ഓക്കെ, അങ്ങനെ നമ്മളിത് ഈ 4 എണ്ണം കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒരുമിച്ച് തന്നെ എന്ത് ചെയ്തു? റിങ് ചെയ്തു. ഒരുമിച്ച് തന്നെ നമ്മൾ റിങ് ചെയ്തു. അങ്ങനെ ഇത് ഓരോ അമ്പലത്തിൻ്റെ മുന്നിലുള്ള 4 മണികളാണെന്ന് വിചാരിച്ചോ. അപ്പോൾ 4 ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. നമ്മൾ 4 ഒരുമിച്ച് റിങ് ചെയ്തു. അങ്ങനെ അത് 4 ഒരുമിച്ച് റിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പിന്നെ സ്വന്തമായിട്ട് റിങ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു സമയമായപ്പോൾ ഹൗ മെനി മിനിറ്റ്സ് ലേറ്റർ, അതായത് ഒരു സമയം കഴിഞ്ഞ സമയത്ത് ഈ ബെൽസൊക്കെ ഒന്നും കൂടെ ഒരുമിച്ച് റിങ് ചെയ്യാൻ തുടങ്ങി. ടുഗെദർ ഒരുമിച്ച് റിങ് ചെയ്തു. അതായത് ഈ സൗണ്ടുകൾ മുഴുവൻ നിങ്ങൾക്ക് ഒറ്റ ഒരു റിങ് ആയിട്ട് കേൾക്കാൻ പറ്റി. അത് എപ്പോഴാണെന്നാ ചോദ്യം.
സിമ്പിളാണ്. ഇങ്ങനത്തെ പീരീഡ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ നമ്പേഴ്സിൻ്റെ ഏത് നമ്പേഴ്സിൻ്റെ 6, 8, 9, 10 ഈ നമ്പേഴ്സിൻ്റെ LCM കണ്ടു കഴിഞ്ഞാൽ ഉത്തരവായി. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ LCM കാണുക എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ ആൻസർ കിട്ടാനുള്ള ഒരേ ഒരു വഴി. LCM കണ്ടാൽ നിങ്ങൾക്ക് സെക്കൻഡിലാണ് കിട്ടുക, അത് എത്ര മിനിറ്റ് ആണ്, ഹൗ മെനി മിനിറ്റ്സ് ആണ് എന്നുള്ളത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അവിടെ 6ൻ്റെയും 8ൻ്റെയും 9ൻ്റെയും 10ൻ്റെയും LCM കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് നേരത്തെ പോലെ തന്നെ വേണേൽ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് LCM കണ്ടുപിടിക്കാനുള്ള നോർമൽ മെത്തേഡ് അറിയാം. പ്രൈം ഫാക്ടറൈസ് നോക്കാം. 6 എന്ന് പറഞ്ഞാൽ 3 × 2 ആണ്. 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ആണ്. 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. പിന്നെ 10 എന്ന് പറഞ്ഞാൽ 2 × 5 ആണ്. ഓക്കെ, ഇതിൽ ആരൊക്കെ ഉണ്ട്? 3 കാണുന്നുണ്ട്, 2 കാണുന്നുണ്ട്, 5 കാണുന്നുണ്ട്, വേറെ ആരുമില്ല. 5ൻ്റെ ഏറ്റവും വലിയ പവർ 1 തന്നെയാണ്, അപ്പോൾ വേറൊന്നും എഴുതണ്ട. 2ൻ്റെ ഏറ്റവും വലിയ പവർ 3 ആണ്, 3ൻ്റെ ഏറ്റവും വലിയ പവർ 2 ആണ്. ഓക്കെ, ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 × 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 9 × 8 72 ആണ്. 72 × 5 എന്ന് പറഞ്ഞാൽ 360 വരും. അപ്പോൾ 360 സെക്കൻഡ്സ് ആണ്. ഓർ 360 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ്സ് ആണ്? 6 മിനിറ്റ്സ് ആണ്. കാരണം മിനിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? മിനിറ്റ് ഈക്വൽ ടു സോറി എങ്ങനെ കണ്ടുപിടിക്കുക? മിനിറ്റ് ഈക്വൽ ടു അല്ലെങ്കിൽ ടൈം ഈക്വൽ ടു നമ്മളെ 360 സെക്കൻഡ്സ് ആണ് ബൈ 60 സെക്കൻഡ്സ് ആണ് ഒരു മിനിറ്റിലുള്ളത്. അപ്പോൾ 360/60 ഈക്വൽ ടു 6 മിനിറ്റ്സ് എന്ന് കിട്ടും. അപ്പോൾ 6 മിനിറ്റ്സ് ആണ് നമ്മൾ ആൻസർ വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ടൈം ആൻഡ് വർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്, പക്ഷേ എല്ലാ ഷിഫ്റ്റിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക, വളരെ ഈസി ആയിട്ട് ചെയ്ത് തീർക്കുക. എടാ, എക്ക് ഒരു വർക്ക് തീർക്കാൻ 28 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ വാട്ട് പാർട്ട് ഓഫ് വർക്ക് ഈസ് ഡൺ ബൈ എ ഇൻ 4 ഡേയ്സ്? എടാ, 28 ദിവസത്തിൽ ഒരു വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ സപ്പോസ് എ ഒരു ദിവസം ഒരു വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചോ. അപ്പോൾ 28 ദിവസം കൊണ്ട് 28 വർക്ക് ചെയ്യും. അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയാണ്? 28 ആണ്. അതിൽ 4 ദിവസം മാത്രമേ എ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 4/28 ആണ് എ ആകെ ചെയ്യുന്ന വർക്ക്. ഈക്വൽ ടു അത് എത്രയാടാ? 1/7. അപ്പോൾ 1/7th പാർട്ട് മാത്രമേ എ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ചില ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എത്ര വർക്ക് ഈസ് പെൻഡിങ് വർക്ക് എത്രയെന്ന് ചോദിക്കുന്നു. എടാ, 1/7th വർക്കല്ലേ എ ചെയ്യുന്നുള്ളൂ. അപ്പോൾ 6/7th എന്താ? പെൻഡിങ് ആണ് കേട്ടോ. പെൻഡിങ് എത്രയാ? പെൻഡിങ് 6/7th ആണ്. 6/7th ഓഫ് ദ വർക്ക് പെൻഡിങ് ആണ്. ഓക്കെ, ഈ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് 2 റേഷ്യോ തരും. A:B എത്രയാന്ന് തരും, B:3 എത്രയാന്ന് തരും. A:B:Cനെ നിങ്ങൾ ക്ലബ് ചെയ്ത് എഴുതണം. അതായത് 2 റേഷ്യോസിനെ നിങ്ങൾ കമ്പൈൻ ചെയ്യണം. നമ്മൾ കമ്പൈനിങ് റേഷ്യോസ് പഠിച്ചതാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A:B:C ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം A:B എഴുതുക. A:B എന്ന് പറഞ്ഞാൽ 2:3. ഇനി അടുത്തതോ B:C 4:7 ആണ്. B:C 4:7 ഇങ്ങനെയും എഴുതി. ഇനി ഇതിനെ ക്ലബ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ക്ലബ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണോ? നമുക്ക് ഈ ബിനെ സെയിം ആക്കണം, 3നെയും 4നെയും സെയിം ആക്കണം. അതിനുള്ള നമ്മൾ കയ്യിലുള്ള ഷോർട്ട് കട്ട് എന്താ? ഈ 3 തന്നെ റൈറ്റ് സൈഡിലേക്ക് എഴുതുക. അതെ, ഇവിടെ ഗ്യാപ്പായിരുന്നു, തൊട്ടടുത്തുള്ള ആളെ അങ്ങോട്ട് എഴുതി. ഇവിടെ ഗ്യാപ്പാണല്ലോ, അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? തൊട്ടടുത്തുള്ള ആളെ ഇങ്ങോട്ട് എഴുതണം. ഈ 4നെ തന്നെ ഇങ്ങോട്ട് എഴുതി. 4നെ അങ്ങോട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ഈ 4നെ ഇങ്ങോട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ഇവിടെയും 4 ആയി. ഇനി എന്ത് ചെയ്യുക? ഇവരെ തമ്മിലാണ് ഗുണിക്കുക. 2 × 4 8, 3 × 4 12, ഇനി 3 × 7 21. ഇതാണ് ഇവരെ റേഷ്യോ വരിക. 8:12:21. ഇങ്ങനെ ഡയറക്റ്റും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റേഷ്യോ കിട്ടിയതിന് ശേഷം ഈ റേഷ്യോൻ്റെ അകത്ത് നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കമ്പൈനിങ് റേഷ്യോസ് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് A:B എന്ന് പറഞ്ഞൊരു റേഷ്യോയും തന്നു, C:D എന്നും പറഞ്ഞൊരു റേഷ്യോയും തന്നു. നിങ്ങളെങ്ങനെ കമ്പൈൻ ചെയ്യുക? എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുമെന്ന് പറഞ്ഞു തന്നെ. C:D തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഈ ബിനെ ഇങ്ങോട്ട് തന്നെ മാറ്റി എഴുതുക. B ഇങ്ങോട്ട് എഴുതുക. സിക്ക് പകരം ഇവിടെയും C എഴുതുക. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ AC:BC എത്രയാ? BD. ഇതായിരിക്കും നിങ്ങളെ റേഷ്യോ വരിക. ആ റേഷ്യോ ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. റെഡി? അത് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യും. ആ ഷിഫ്റ്റിൽ എല്ലാവരും ചെയ്യും. നമ്മളെ ആവറേജ് മാർക്കിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് തന്നെ മാർക്ക് വളരെ കൂടുതലായിരിക്കും ആ ഷിഫ്റ്റിൽ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് വളരെ താഴേക്ക് പോകും.
അതുകൊണ്ട് കൃത്യമായിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഇനി ഇവിടെയും റേഷ്യോ തന്നെ കണ്ടുപിടിക്കേണ്ടത്. ഈ റേഷ്യോ എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. റേഷ്യോ എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു വേറെ എവിടുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. 3A = 5B = 20C ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് A is to B is to C എന്ന് ചോദിക്കുന്നു. എടാ ഇങ്ങനെ ഒരു സംഭവം തന്നു കഴിഞ്ഞാൽ കുറച്ച് A = കുറച്ച് B = കുറച്ച് C, അങ്ങനെയാണെങ്കിൽ A is to B is to C എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങളോട് കുറേ ആൾക്കാർ പറയും LCM കണ്ടുപിടിക്കാൻ. നമ്മൾ LCM കണ്ടുപിടിക്കേണ്ട, നിങ്ങൾക്ക് A is to B is to C വേണം. A is to B is to C വേണം. എടാ എന്റെ താഴെയുള്ള ആളെ കിട്ടാൻ A is to B is to C, C അല്ല, ഇവിടെ ഒരാൾ എഴുതാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സീൻ്റെ സ്ഥാനത്ത് ഒരാൾ എഴുതാനാണുള്ളത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരാളെ എഴുതണമെങ്കിൽ, ഇവിടെ എന്റെ താഴെ ഒരാൾ എഴുതണമെങ്കിൽ അത് ആരായിരിക്കണം? അത് ബിന്റെ കൂടെയുള്ള ആൾ ഇൻറ്റു സിന്റെ കൂടെയുള്ള ആൾ. ബിന്റെ കൂടെ 5, സിന്റെ കൂടെ 20. 5 × 20. ഓക്കെ, 5 × 20. ഇനി ബിന്റെ സ്ഥാനത്ത് ആരെ എഴുതണം? A × C. എന്റെ കൂടെ ആരാ? 3 × 20. 3 × 20. ഇനി സിന്റെ കൂടെ ഒരാൾ എഴുതണമല്ലോ, അതാരായിരിക്കണം? അപ്പോൾ സീനെ ഒന്നും ചെയ്യേണ്ട, 3 × 5 ചെയ്താൽ മതി. 3 × 5. എടാ ഇതിൽ കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട്? ഇവിടെ ഒരു 5 ഉണ്ട്, ഇതിൽ 5 ഉണ്ട്, ഇതിൽ 5 പോയാൽ 4 ബാക്കിയുണ്ട്, ഇതിലും 5 പോയി. ഇനി ആരെ റേഷ്യോ ബാക്കിയുള്ളൂ? 20:12:3. അപ്പോൾ A is to B is to C എന്ന് പറഞ്ഞാൽ 20:12:3. എന്താ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളൂ? എടാ നമുക്ക് എന്റെ താഴെയുള്ള ആളെ വേണം. അപ്പോൾ നിങ്ങൾ എനെ അങ്ങ് പൊത്തിപ്പിടിക്കുക, 5 × 20 ചെയ്യുക. 5 × 20. ഇനി ബിന്റെ താഴെയുള്ള ആളെ അല്ലെങ്കിൽ ബിന്റെ സ്ഥാനത്തുള്ള ആളെ വേണം. അപ്പോൾ ബിനെ അങ്ങ് പൊത്തിപ്പിടിക്കുക, 3 × 20. 3 × 20. ഇനി സിന്റെ സ്ഥാനത്തുള്ള ആളെ വേണം, ഇത് പൊത്തിപ്പിടിക്കുക, 5 × 3. 5 × 3. ഈ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A is to B is to C കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് സമയം ഇത് കണ്ട് കളയുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ അവസാനത്തെ ലൈവിൻ്റെ അന്ന് രാവിലെ, അതായത് എക്സാമിൻ്റെ തലേ ദിവസം ഫെബ്രുവരി 19 രാവിലെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ മെൻസുറേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ. ആ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് സ്ഫിയറിനെയും ഹെമിസ്ഫിയറിനെയും പറ്റിയാണ്. അപ്പോൾ ഹെമിസ്ഫിയർ എന്നൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യനെ വെച്ചത് എന്താ വെച്ചത്? ദ ഡയമീറ്റർ ഓഫ് എ ഹെമിസ്ഫിയർ ഈസ് 21. ഡയമീറ്റർ എത്രയാണ്? 21 ആണ്. ഡയമീറ്റർ = 21. ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ. എടാ ഹെമിസ്ഫിയർ അല്ലേ? ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഒരു ബോളിനെ നമ്മൾ എന്ത് ചെയ്തു? പകുതിയായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഇതാണ് ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ബോളിന്റെ ആ മുകളിലുള്ള ഏരിയ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ബോൾ കട്ട് ചെയ്തതുകൊണ്ട് അടിഭാഗത്ത് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടാവില്ലേ? നിങ്ങൾ ബോൾ ആലോചിച്ച് നോക്കിയേ, അല്ലെങ്കിൽ ഒരു ആപ്പിൾ ആലോചിച്ച് നോക്കിയേ. ആപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോളിന്റെ അടിഭാഗം ഇങ്ങനെ റൗണ്ട് ആയിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അടിഭാഗത്തൊരു സർഫസ് ഏരിയ ഉണ്ട്. പിന്നെയോ ആ ബോളിന്റെ കർവ്ഡ് ഏരിയയും കൂടെ ഉണ്ടല്ലോ, ബോളിന്റെ പുറം ഭാഗം ഉണ്ടല്ലോ, ആ ഏരിയ ഉണ്ട്. അത് രണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്കറിയാവുന്ന എന്താ? സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ 3πr² ആണ് അല്ലേ? 3πr² അല്ലേ? എന്തുകൊണ്ടാണ് 3πr² വന്നത്? നമുക്കറിയാം, ഒരു സ്ഫിയർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു ബോള്, ആ ബോളിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 4πr². അപ്പോൾ അത് പകുതിയാക്കി കഴിഞ്ഞാൽ മുകളിൽ ഒരു 2πr² ഉണ്ടാവും. ആ 2πr² ആർക്ക് കിട്ടിയിട്ടുണ്ട്? നമ്മളെ സ്ഫിയറിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കട്ട് ചെയ്ത് കഴിയുമ്പോൾ അടിയിൽ ഒരു വട്ടം കൂടെ ഉണ്ടാവില്ലേ? ആ വട്ടം ഒരു πr² ആണ്. അപ്പോൾ ടോട്ടൽ 2πr²ഉം πr², 3πr² എന്ന് കിട്ടും. ഇനി 3πr² ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ആയി. 3πr² എന്താടാ സാധനം? ഇവിടെ റേഡിയസ് നമുക്ക് വേണം. ഡയമീറ്റർ 21 ആണെങ്കിൽ റേഡിയസ് 21/2 ആണ്. ഓക്കെ, അപ്പോൾ 3 × പൈക്ക് പകരം ആര് എഴുതണോ? 22/7 × r² പകരം 21/2 സ്ക്വയർ, അതായത് 21/2 × 21/2. ഇങ്ങനെ എഴുതിയാൽ കുറെ കട്ട് ചെയ്ത് കളയാം, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് കേട്ടോ. അപ്പോൾ ഈ 7ഉം ഈ 21ഉം കട്ടായിട്ട് ഇവിടെ ഒരു 3 ബാക്കി ഉണ്ടാവുള്ളൂ. പിന്നെയോ ഈ 2ഉം ഈ 20 ഈ 2ഉം ഈ 22ഉം കട്ടായി പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 11 ബാക്കി ഉണ്ടാവുള്ളൂ. ഇനി ഇത് ചെയ്യാലോ. ഇത് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇതിന്റെ ആൻസർ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നമ്മൾ ഓപ്ഷൻസിൽ 11ന്റെ മൾട്ടിപ്പിൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ, അതങ്ങനെ കണ്ടുപിടിക്കുക. ആൾട്ടർനേറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചാൽ, ഇല്ലെങ്കിൽ നിങ്ങളിത് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക. എന്തൊക്കെയാണ് വരിക? 3 × 11 33, 33 × 3 99, 99 × 21/2, 99 × 21 എന്ന് പറഞ്ഞാൽ 90
ഒരു മിനിറ്റ്, 99 ഇൻറ്റു 21 എന്ത് ചെയ്യണോ? 99 ഇൻറ്റു 20 ചെയ്യുക, ഇല്ലെങ്കിൽ 100 ഇൻറ്റു 21 ചെയ്യുക. 100 ഇൻറ്റു 21 എന്ന് പറഞ്ഞാൽ 2100. ഇപ്പോൾ അതിൽ നിന്നും നിങ്ങളൊരു 21 കുറച്ചാൽ മതി. 21 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടി? 2079. ഓക്കെ, 2079 കിട്ടി. ഇനി ഒരു ബൈ 2 കൂടെ ചെയ്യണ്ടേ? ബൈ 2 കൂടെ ബാക്കിയുണ്ടല്ലോ. 2079 പകുതി എന്ന് പറഞ്ഞാൽ 1039.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മൾ ആൻസർ വരിക. ഓക്കെ, ഇത് കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് നോക്കടാ. 1 3 4 4 5 9. ഇനി 0 9 9 9 മൈനസ് 9 0. ഇങ്ങനെ വരുന്ന ഓപ്ഷൻ ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതാണല്ലോ 11ന്റെ മൾട്ടിപ്പിൾ. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? ഓപ്ഷനിൽ നിന്ന് ഇങ്ങനെ 11ന്റെ മൾട്ടിപ്പിൾ ഏതാ ഉള്ളത് നോക്കുക, അതായിരിക്കും ആൻസർ. അത് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ മിക്കവാറും. അപ്പോൾ അതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ആൾട്ടർനേറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 9 കിട്ടി. ഇനി അടുത്ത ആൾട്ടർനേറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കുക, 9 കിട്ടി. രണ്ടും കുറയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ 0 വരണം, ഇല്ലെങ്കിൽ 11 വരണം, അല്ലെങ്കിൽ 22 വരണം. അങ്ങനെ ഏതെങ്കിലും 11ന്റെ മൾട്ടിപ്പിൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഓപ്ഷൻ 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് അർത്ഥം. അപ്പോൾ അതെന്തായിരിക്കും? നമ്മൾ ആൻസർ ആവാനുള്ള സാധ്യത ഉണ്ട്. വേറെ ഓപ്ഷൻസ് അങ്ങനെ ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ടൈം ആൻഡ് വർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണം. A, B and C കംപ്ലീറ്റ് എ വർക്ക് ഇൻ 100, 50 and 75 days. അപ്പോൾ നമ്മൾ നോർമൽ സാധനം എഴുതാലോ. എന്താ? A എത്ര ദിവസം കൊണ്ട് തീർക്കും? A ഒരു വർക്ക് 100 ദിവസം കൊണ്ട് തീർക്കും. B-യോ 50 ദിവസം കൊണ്ട് തീർക്കും. C-യോ ഇത് 50 ആണ്, 58 അല്ല, 50 ദിവസം കൊണ്ട് തീർക്കും. C എത്ര ദിവസം കൊണ്ട് തീർക്കൂടാ? C 75 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ, ഇതിൻ്റെ LCM എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? LCM എടുത്തു കഴിഞ്ഞാൽ 300 കിട്ടും. 300 അല്ലേ? അതെ, 300 ആണ്. എങ്ങനെയാണോ LCM 300 കിട്ടുക? സിമ്പിളാണ്. നിങ്ങൾ ഏറ്റവും വലിയത് 100 അല്ലേ? 100നെ 50 കൊണ്ട് ഹരിക്കാൻ പറ്റും, പക്ഷേ 75 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. അതുകൊണ്ട് LCM അല്ല. ഇനി 100ന്റെ അടുത്ത മൾട്ടിപ്പിൾ 200 എടുത്തു നോക്കി, 50 കൊണ്ട് ഹരിക്കുക, 75 കൊണ്ട് പറ്റൂല. അടുത്ത മൾട്ടിപ്പിൾ 300 എടുത്തു നോക്കി, 300നെ 50 കൊണ്ട് ഹരിക്കാം, 75 കൊണ്ട് ഹരിക്കുക. അതുകൊണ്ട് ഇതാണ് നമ്മളുടെ LCM എന്ന് പറയുന്നത്. 100 എങ്ങനെ 300 ആയി? 3 കൊണ്ട് ഗുണിക്കണം. 50 എങ്ങനെ 300 ആയി? 6 കൊണ്ട് ഗുണിക്കണം. 75 എങ്ങനെ 300 ആയി? 4 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പോൾ A ഒരു ദിവസം 3 വർക്ക്, B ഒരു ദിവസം 6 വർക്ക്, C ഒരു ദിവസം 4 വർക്ക്. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ദേ വർക്ക് ടുഗെദർ ആൻഡ് 15 days ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക് B ലീവ്സ്. അവസാനത്തെ ഒരു ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവസാനത്തെ 15 ദിവസം ആര് വർക്ക് ചെയ്തിട്ടില്ല? 15 ദിവസം B വർക്ക് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ 15 ദിവസം എയും സിയും മാത്രം വർക്ക് ചെയ്തത്. A ഒരു ദിവസം 4 വർക്കും C ഒരു ദിവസം 4 വർക്കും A ഒരു ദിവസം 3 വർക്കും ചെയ്യും. അപ്പോൾ 15 ദിവസം കൊണ്ട് എയും സി എത്ര വർക്ക് ചെയ്യും? 4 3 7 ഈക്വൽ ടു 15 ഇൻറ്റു 7 70 35 105 വർക്ക് അവർ ചെയ്ത് തീർത്തു. നമ്മളെ ടോട്ടൽ വർക്ക് 300 അല്ലേ? അതിൽ 15 ദിവസം കൊണ്ട് അവർ 105 വർക്ക് ചെയ്തു. ബാക്കി എത്ര വർക്ക് കിടക്കുന്നുണ്ട്? ബാക്കി 195 വർക്ക് കിടക്കുന്നുണ്ട്. അത് ഇവർ 3 പേരും ഒരുമിച്ചല്ലേ ചെയ്തത്? എയും ബിയും സിയും ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ബി പോയത് 15 ദിവസം ബാക്കിയുള്ളപ്പോഴാണ്. അപ്പോൾ ഇനി എയും ബിയും സിയും ഇവിടെ കിടക്കുന്നുണ്ട്. അതിൽ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും കൂടെ കൂട്ടിയിട്ടുള്ള എഫിഷ്യൻസി എത്രയാ? 3ഉം 6ഉം 9 4ഉം 13. അപ്പോൾ 195 വർക്ക് ചെയ്യാൻ 13 ആണ് ഒരു ദിവസം അവർ ചെയ്യുന്നത്. അപ്പോൾ ടൈം ഈക്വൽ ടു 195/13 ഈക്വൽ ടു 195/13 എന്ന് പറഞ്ഞാൽ 130 വരെ 10 പോവും, 65-ൽ 5 പോവും, അപ്പോൾ 15 ഡേയ്സ് ആണ് ഇവർ ഈ ഇവിടം തൊട്ട് ഇവിടം വരെ 195 വർക്ക് തീർക്കാൻ വേണ്ടത്. അപ്പോൾ ഇവിടെ 15 ഡേയ്സ് വേണം, ഇവിടെയും 15 ഡേയ്സ് ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇവിടെ 15 ഡേയ്സ് ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞു. അപ്പോൾ ടോട്ടൽ 15 30 ഡേയ്സ് വേണം. 30 ഡേയ്സിലാണ് നമ്മളെ വർക്ക് മൊത്തം തീരുക. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് തന്നെ ചെയ്ത് ശീലിക്കുക. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മൾ അവസാനത്തെ ലൈവിൽ ഇതൊക്കെ അവസാനത്തെ ലൈവുമായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് ഇതൊക്കെ പറയാനുള്ളത്. അവസാനത്തെ ലൈവിലും അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫറൻസ് ബിറ്റ്വീൻ ഹാഫ് ഇയർലി കോമ്പൗണ്ട് എന്താ? ഹാഫ് ഇയർലി കോമ്പൗണ്ടഡ് CIയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും, ഹാഫ് ഇയർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റും, അതുപോലെ തന്നെ വേറെ ഏതാ? സിമ്പിൾ ഇൻട്രസ്റ്റ്, ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും. അതായത് CI ഹാഫ് ഇയർലി മൈനസ് എത്രയാ? സിമ്പിൾ ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഇത് തന്നെയാണ് CI ഹാഫ് ഇയർലി മൈനസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ. ഇത് രണ്ടും എത്ര വർഷത്തേക്കായിരിക്കണം? 1 ഇയറിലേക്കാണെങ്കിൽ നമ്മളെ ആൻസർ എന്താണ്? നമ്മളെ ഡിഫറൻസ് എന്താ? ഡിഫറൻസ് ഈക്വൽ ടു R²/100 ഓഫ് P എന്നാ പറയുക, ഓഫ് പ്രിൻസിപ്പൾ. ഇവിടെ നമുക്കുള്ള ഡിഫറൻസ് എത്രയാ? 337.5 ആണ്. 337.5 ആണ്.
ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രടാ? 15 അല്ലേ? എടാ ഇവിടെ ടോട്ടൽ ആനുവലി 30% ആണ്. പക്ഷെ നമുക്കിവിടെ ഹാഫ് ഇയർലി ആണല്ലോ ഇവിടുത്തെ പ്രൈം ആയിട്ടുള്ള ആള്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ആറായിട്ട് എടുക്കേണ്ടത് ഹാഫ് ഇയർലി. ആനുവലി 30 ആണെങ്കിൽ ഹാഫ് ഇയർലി 15% ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് 15 സ്ക്വയർ ബൈ 100% ഓഫ് പി ആണ്. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. 15 സ്ക്വയർ എത്രയാ? 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225. 225 ബൈ 100 എന്ന് പറഞ്ഞാൽ 2.25% ബൈ 100 ഇല്ല, 2.25% ഓഫ് പി ആണ് നമ്മളുടെ ഇപ്പം തന്നിട്ടുള്ള ഈ വാല്യൂ ആയിട്ടുള്ള 337.5. അതായത് പി ഈക്വൽ ടു എന്താന്ന് കിട്ടും? 337.5 ഡിവൈഡഡ് ബൈ 2.25 ഇൻറ്റു 100. ഇങ്ങനെ ചെയ്താൽ മതി. അതായത് ഈ 2.25% അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് ഹരിച്ചു നോക്കണം. ഓക്കെ, വളരെ പെട്ടെന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക? ഹരിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ എവിടെ ചെയ്യാം? ഇവിടെ സ്ഥലമുള്ളത് ഇവിടെ ചെയ്യാം. നിങ്ങൾ നോക്കിയാൽ 337.5 ഡിവൈഡഡ് ബൈ 225. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ട്രിക്കൊന്നും ഇല്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, എത്ര കിട്ടും? ഒരു മിനിറ്റ്. ഓക്കെ, യെസ്, എത്ര കിട്ടും പറഞ്ഞോ? നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എത്രയാണ്? എടാ മാറ്റി എഴുതാം. വെയിറ്റ്. ആ, ഇവിടെ എഴുതാം. 337.5. എനിക്ക് ഈ ബോർഡ് യൂസ് ചെയ്ത് വലിയ ശീലമില്ല. നമ്മൾ സ്ക്രീനിൽ തന്നെ ചെയ്തിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. 2.25. എത്ര കിട്ടൂടാ? ഒരു 225 കൂടെ ഉണ്ട്. ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി ഒരു 112.5 വരും. ഓക്കെ, ഇത് എത്രയാണ്? അതിൽ 5 ഇൻറ്റു 2.5 എന്ന് പറഞ്ഞാൽ 112.5 തന്നെ വരും. ഓക്കെ, കറക്റ്റ് ആൻസർ കിട്ടും. നമുക്ക് 15 കിട്ടി. ഓക്കെ, അപ്പോൾ 15 ആണോ? 0 മിസ്സാകാൻ നമുക്ക് എവിടെയെങ്കിലും നോക്കിയേ. ഇവിടെ മുകളിലൊരു പോയിന്റ് ഉണ്ടായിരുന്നു, താഴെ 2 പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 0 കിട്ടാം. യെസ്, അങ്ങനെ ആകുമ്പോൾ ഓക്കെ 15,000 അല്ലേ? ഓക്കെ, 15,000 ആണ് നമുക്ക് നമ്മളെ ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, കറക്റ്റാണ്. 15,000 ആൻസർ ആയിട്ട് കിട്ടും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ ആവറേജ് ഓഫ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, ജസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയി. ഓക്കെ, നോക്കിയോ. CI ഹാഫ് ഇയർലിയും SIയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് 1 ഇയറിലേക്കാണെങ്കിൽ നമ്മളുടെ ഡിഫറൻസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ 100 ഓഫ് പി ആണ്. ആർ സ്ക്വയർ ബൈ 100 ഓഫ് പി ആണ്. ഓക്കെ, ഇവിടെ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 ഇവിടെ നമുക്ക് 15 ആണ്. അപ്പോൾ 15 സ്ക്വയർ 225 ബൈ 100 ഓഫ് പി. പെർസെൻറ്റേജ് ഓഫ് പി എത്രയാണ് നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പി ഈക്വൽ ടു കണ്ടുപിടിക്കേണ്ടത്. ഇത് മൊത്തത്തിൽ എത്രയാണ് നമുക്കറിയാം? 337.5 ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ വാല്യൂവിനെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ഈക്വൽ ടു 337.5 ഡിവൈഡഡ് ബൈ 2.25 ഇൻറ്റു 100 ആണ് നമ്മളെ ആൻസർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ 2 പോയിന്റ്, ഇവിടുത്തെ അടിയിലത്തെ 2 പോയിന്റ് ഇല്ലേ? അടിയിലത്തെ 2 പോയിന്റിനെ മുകളിലത്തെ 2 10 ആക്കി മാറ്റാം. അപ്പോൾ ഈ പോയിന്റ് ഇവിടെ പോവും, ഇവിടെ 0 വരും. അപ്പോൾ 33750 ഇൻറ്റു 100 ബൈ 225 എന്ന് വരും. 33750 ബൈ 225 ഇൻറ്റു 100 ഉണ്ട്. ഇൻറ്റു 100 നമുക്ക് അവസാനം 2 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനെ ഹരിച്ചേ 3375. ഒരു 3375 225 ഉണ്ട് ഡിവൈഡഡ് ബൈ എത്ര ബാക്കി വരിക? 1 ആണോ? 1125 ബാക്കി വരും. അതിൽ എത്ര ഉണ്ടാ? അതിൽ
5 ടൈംസ് ഉണ്ട് 5 ടൈംസ് എന്നാൽ 1125 തന്നെ വരും. ഒരു 0 ബാക്കി വരും. പിന്നെ ഇവിടെ 100-ന് 2 സീറോ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റാണ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റാണ്, 0 തെറ്റിയിട്ടില്ല. 1500 ആൻസർ വരും. 15,000 ആണ് നമ്മളെ പ്രിൻസിപ്പിൾ. 15,000 പ്രിൻസിപ്പിൾ വരുമ്പോഴേ ഡിഫറൻസ് ഇങ്ങനെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇത്രയും ഈ സീറോസിനെ പറ്റിയൊന്നും ബോധപ്പെടാവേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഓപ്ഷനിൽ 14,000, 14,000, 15,000, 16,000 ഇങ്ങനെ ആൻസേഴ്സ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് 15 കിട്ടുമ്പോൾ തന്നെ 15,000 ആണ് ആൻസർ സെലക്ട് ചെയ്യുക. അവിടെ സീറോനെ പറ്റി ആലോചിച്ച് വെറി ആവേണ്ട ആവശ്യമില്ല. നമ്മൾ സീറോ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസിൽ നോക്കുക. ഓപ്ഷൻസിൽ നോക്കുമ്പോൾ എല്ലാം ഡിഫറൻറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ, ഡിജിറ്റ്സ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ സീറോ ഒന്നും എണ്ണി ഇരിക്കേണ്ട. അപ്പം നമുക്ക് ഇപ്പോൾ തന്നെ സമയം പോയത് കണ്ടില്ലേ, ചെറിയൊരു കൺഫ്യൂഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സമയം പോകും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. അടുത്തത്, the average of 5 numbers is 24. 5 നമ്പറിന്റെ ആവറേജ് 24 ആണ്. ആവറേജ് ഓഫ് ഫസ്റ്റ് 2 നമ്പേഴ്സ് ഈസ് 1.5 ടൈംസ് ദ ആവറേജ് ഓഫ് നെക്സ്റ്റ് 3. ദെൻ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 2 നമ്പേഴ്സ്. ആദ്യത്തെ 2 നമ്പറിന്റെ സം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. 5 നമ്പേഴ്സ് ഉണ്ട്, 1, 2, 3, 4, 5. ഈ ആവറേജ് ഓഫ് ഫസ്റ്റ് 2 നമ്പേഴ്സ് ഈസ് 1.5 ടൈംസ് ആവറേജ് ഓഫ് നെക്സ്റ്റ് 3. അപ്പോൾ അവസാനത്തെ 2 നമ്പറിന്റെ ഈ 1.5 ടൈംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് 3 ആണെങ്കിൽ മറ്റേത് 2 ആണെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മളെ എക്സ് ഒക്കെ ഇട്ട് പോകുന്ന മെത്തേഡിലേക്ക് ഒന്ന് പോയി നോക്കുക. ഇവിടുത്തെ ആവറേജ് 2x ആണെങ്കിൽ ഇവിടുത്തെ ആവറേജ് എത്രയായിരിക്കും? 3x ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സം എത്ര ആയിരിക്കും? ഇവിടെ ഒരെണ്ണത്തിന്റെ 3x ആണ്, അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ 6x ആണ്. 6x പ്ലസ് ഇവിടുത്തെ ഒരെണ്ണത്തിന്റെ 2x ആണ്, അപ്പോൾ 3 6x ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ സം 12x എന്ന് കിട്ടണം. ഇവിടുത്തെ ടോട്ടൽ സം എത്രയാ? ആവറേജ് ഓഫ് 5 നമ്പർ അല്ലേ, 5 നമ്പറിന്റെ 24. അപ്പോൾ 5 × 24, 5 × 24 എത്രയാ? 5 × 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 120 എന്ന് കിട്ടും. ഓക്കെ, 120 കിട്ടി. ഈ 120 ആണ് 12x. അപ്പോൾ x എത്രയാന്ന് കിട്ടി? 120 12x ആണെങ്കിൽ 12-ഉം 12-ഉം കട്ടാവും. x = 10 എന്ന് കിട്ടും. എടാ x 10 അല്ലേ? ആദ്യത്തെ ഒരു നമ്പർ 3x ആ, അതായത് ഒരു നമ്പർ 30 ആണ്. 3 × 10, x-ന് 10 കൊടുത്താൽ മതി. അപ്പോൾ ഈ നമ്പർ എത്രയായിരിക്കും? 30 തന്നെ ആയിരിക്കും. 30 + 30 നമുക്ക് 60 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ബേസിക് മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാവുന്ന, പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ഇഫ് ആൻ ഐറ്റം ഈസ് സോൾഡ് വിത്ത് 36% ഡിസ്കൗണ്ട്, ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ കോസ്റ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, എടാ ഒരു ഐറ്റം ഉണ്ട്, അത് നമ്മൾ 100 രൂപയ്ക്കാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് എത്ര ഡിസ്കൗണ്ടിന് കൊടുത്തു? എന്നിട്ട് നമ്മൾ ഒരു 36 രൂപ കുറച്ച് കൊടുത്തു. അപ്പം മുകളിൽ കോസ്റ്റ് 100 ആണ്. എത്രയാ കുറച്ച് കൊടുത്ത്? 36 രൂപയ്ക്ക്. അപ്പോൾ എത്രയേ ഉള്ളൂ? 64. ഇതിന്റെ റേഷ്യോ എത്രയാടാ? 25/16. 25/16 നമ്മളെ ഡയറക്റ്റ് ആൻസർ ആണ്, വേറൊന്നും അതിൽ ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ അത്രയും ആണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ആ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസിന്റെ ക്വസ്റ്റ്യൻ എടുത്ത് ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഒന്നാമത്തത്, ഞാൻ പെൻ യൂസ് ചെയ്ത് ശീലിച്ചില്ല, അപ്പോൾ അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഹാൻഡ് റൈറ്റിങ്ങും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് കാണുക, ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ പെട്ടെന്ന് വൃത്തിയായിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ എടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസത്തെ എക്സാം നല്ല വൃത്തിയായിട്ട് ചെയ്യുക. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യാം? ഇനിയുള്ള എക്സാംസിൻ്റെ, ഇന്നത്തെ എക്സാമിൻ്റെതും അതുപോലെ തന്നെ അടുത്ത ദിവസത്തെ എക്സാമിൻ്റെയും കൂടെ നാളെ നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം എക്സാം എഴുതാൻ പോകുന്നവർക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അതുപോലെ നമ്മളെ ലൈവൊക്കെ ഫോളോ ചെയ്ത് കണ്ട ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഉപകാരം നമ്മളെ ലൈവിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിത്യാമിസൊക്കെ ചെയ്ത ഒരുപാട് ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. അപ്പോൾ താങ്ക് യു.